ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഒരു ചെറുപയർ കറിയാണ്. എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും കൂടെയും നല്ലൊരു കോമ്പിനേഷനായ നല്ലൊരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് ചെറുപയർ കഴുകിയിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് സവാളയും ഒരു ചെറിയൊരു തക്കാളിയും ഒരു 3-4 കഷ്ണം പച്ചമുളകും കൂടെ ഇട്ടിട്ട് നല്ലോണം അത് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് കുക്കർ അടച്ചിട്ട് നമുക്കതൊന്ന് ഗ്യാസിൽ വേവിക്കാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് അതിനൊരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയിലൂടെ ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ഇതൾ വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ലൊരു മഷി പോലെ തന്നെ അരച്ചെടുക്കണം. അത് അരച്ചെടുത്ത് റെഡിയാക്കി വരുന്ന സമയത്ത് നമ്മൾ കുക്കറിനൊരു 4-5 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുക്കറൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ ചെറുപയർ ആ കൂട്ടെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. വെന്തിട്ടുള്ള സമയത്ത് നമ്മൾ കുറേ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ആ ചെറുപയർ വേവിച്ചെടുത്തത്. കണ്ടില്ല, അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ അരപ്പൊഴിക്കാണ്ടല്ലോ. അരപ്പൊഴിക്കുമ്പോൾ അല്ലെങ്കിൽ കറി ഭയങ്കരമായിട്ട് ലൂസായിപ്പോവും. അപ്പോൾ നമുക്ക് കുറച്ച് കുറുകിയ നല്ലൊരു കട്ടി കറിയാണ് ആവശ്യം. കട്ടി കറി ആണെങ്കിൽ നമുക്ക് എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അതൊരു കോമ്പിനേഷനായിട്ട് പോവുള്ളൂ. ചപ്പാത്തിക്കൊക്കെ നല്ല കട്ടി കറിയല്ല ആവശ്യം. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ മതി. ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി, പത്തിരി, പുട്ട്, പൂരി, നീർദോശ, അങ്ങനെ എന്ത് സാധനത്തിൻ്റെ കൂടെയാണെങ്കിലും ഈ കറി നല്ലൊരു കോമ്പിനേഷനാണ്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും. അങ്ങനെ ഞാൻ ആ അരപ്പൊക്കെ മറ്റേ ചെറുപയർ കറി കുക്കറിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അരപ്പ് ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് ചെറിയൊരു തീയിൽ തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താക്കുക, ഒരു ചെറിയൊരു പാത്രത്തിൽ നമുക്ക് കടു താളിച്ചിടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ചട്ടി ചൂടാകുമ്പം ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആ വെളിച്ചെണ്ണ ചൂടായി നല്ലോണം ചൂടായിട്ട് വരുമ്പം അതിലേക്ക് നമ്മൾ അതിനാവശ്യമുള്ള കടുക് എന്ന് വെച്ചാൽ ഒരു ടീസ്പൂണൊക്കെ മതി കടുക്. ആ കടുക് ഇട്ട് കൊടുത്ത് കടുക് നല്ലോണം പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു 5, എനിക്ക് നല്ലോണം വെളുത്തുള്ളി എത്ര കൊത്തിയിട്ടാലും ഇങ്ങനത്തെ കറിക്ക് നല്ല മണം നല്ല രുചിയാണ്. അപ്പോൾ ഒരു 5-6 വെളുത്തുള്ളി നമ്മൾ ശരീരത്തിന് നല്ലതല്ലേ. ഒരു 5-6 ഇതുള്ള നല്ലോണം കുത്തി ചതച്ച വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ അത് വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ കടു പൊട്ടിയതിന് ശേഷം ചെറിയ സ്ലിം ആയിരിക്കണം തീ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കടുവിൽ ചട്ടിയിൽ ചിലപ്പോൾ തീയൊക്കെ പാളാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അതെല്ലാം കൂടെ ഇട്ടിട്ട് കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തതിന് ശേഷം അത് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് കറി പിന്നെയും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഗ്യാസും കൂടെ ഓഫാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ ചെറുപയർ കറിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അറിയുന്നവർ ഉണ്ടാക്കേണ്ട, അറിയാത്തവർ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.